ഓക്കെ, അപ്പൊ നമ്മള് മാർജിനൽ കോസ്റ്റ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എക്സാം പർപ്പസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമുക്ക് കോസ്റ്റിനെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ആണ്, മറ്റൊന്ന് വാരിയബിൾ കോസ്റ്റ് ആണ്. ഇൻ കേസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ്, ആക്ച്വലി വി ഹാവ് നോ കൺട്രോൾ ഓവർ ദി ഫിക്സഡ് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റൂം റെന്റിന് എടുക്കുന്നു. ഓക്കെ, റൂം റെന്റിന് എടുക്കുന്നു. റെന്റ് വരുന്നത് 10,000 റുപ്പീസ് ആണ്. അപ്പം മന്ത്ലി നമ്മൾ എത്ര കൊടുക്കണം? 10,000 കൊടുക്കണം. അപ്പൊ അവിടെ നമ്മളൊരു തീരുമാനം എന്തെങ്കിലും മാറ്റുന്നതുകൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കാനൊന്നും പറ്റില്ല. ബട്ട് ഇവിടെ എന്തുണ്ടാവും? വേരിയബിൾ കോസ്റ്റ് ഉണ്ട് അല്ലെ? നമ്മളിപ്പം 5 എംപ്ലോയീസിന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 5 ആൾക്ക് സാലറി കൊടുക്കേണ്ടത് അല്ലെ? നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് എന്ത് വരും? വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ്, പ്രിഫറൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഏത് പഠിക്കുന്നത്? മാർജിനൽ കോസ്റ്റ് പഠിക്കുന്നത്. അപ്പം fixed costs are not relevant for decision making ആണ് എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് പറയുന്നത്. It is due to limitation of fixed cost. Marginal costing technique has been developed. Naturally, the marginal costing fixed costs are excluded. This means that only variable costs are charged to products. അവർ കൺസിഡർ ചെയ്യുന്ന എന്തിനാണ്? വാരിയബിൾ കോസ്റ്റിനെയാണ്. Marginal cost is not a method of costing like job costing, process costing, etc. It is a technique for ascertaining cost. It is a technique used for managerial decision making. ഇതൊരു മെത്തേഡിന്റെ അപ്പുറത്തേക്ക് ഒരു ടെക്നിക്ക് ആണെന്നാണ് അവർ പറയുന്നത്. Then marginal cost. Marginal cost is an additional cost. നിങ്ങൾ മാർജിനൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മാർജിനൽ ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അഡീഷണൽ utility derived from additional എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? So marginal cost is an additional cost of product producing an additional unit. For example, ഇവിടെ പറയുന്നുണ്ട് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 5000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്നത്? 5,000 rupees ആണ് കോസ്റ്റ് വരുന്നത്. Then if you increasing your number of product from 100 to 101, adding one product or increasing one product, okay, or additional one product, your cost came across to 5,040 rupees. The marginal cost of producing one unit is 40 rupees. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 5000 രൂപയാണ് കോസ്റ്റ് വന്നത്. അത് 101ലേക്ക് മീൻസ് അഡീഷണൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോയപ്പോൾ അത് 5040 രൂപയാണ്. ഈ 40 റുപ്പീസിനെ നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് an additional unit. Clear ആണോ? Then marginal cost is also known as variable cost because it increase in one unit of production will cause an increase in variable cost only. Okay. Then marginal cost ആണ് direct material cost, direct labor cost, direct expense plus variable overhead. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. Then ഇതില് meaning and definition of marginal cost is a technique of costing which variable cost of product is given more importance as compared to fixed cost. Okay. നമുക്കിനി ഡിസ്കസ് ചെയ്യുന്നത് അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. എന്താണ് അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്? അപ്പൊ മാർജിനൽ കോസ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അതൊരു അസംഷനിൽ നിൽക്കണം. ഓക്കെ, എന്താണ് അസംഷൻസ് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് all cost can be divided into two categories. ഫിക്സഡ് എന്നും വാരിയബിൾ എന്നും രണ്ട് രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ പറ്റും. ഇത് എക്സാം ചോദിക്കുന്നതാണ്. അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റ് ചോദിക്കുന്നതാണ്. എന്താണ് ഒന്നാമത്തെ? എന്താണ്? ഫിക്സഡ് എന്നും വാരിയബിൾ എന്നും ഡിവൈഡ് ചെയ്യാൻ കഴിയണം. രണ്ട്, ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. അതൊന്നും എന്തല്ല, റിയാലിറ്റിയിൽ സംഭവിക്കുന്ന കാര്യമല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു റൂം കാലിക്കറ്റിൽ റെന്റിന് എടുത്തു. കോസ്റ്റ് വരുന്നത് 10,000 പെർ മന്ത് ആണ്. അപ്പൊ ഇവര് പറയുന്ന പ്രകാരം ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് 10,000 തന്നെയായിരിക്കും.
ഇപ്പൊ ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുക്കുന്നത് 30 സ്റ്റുഡൻസിനാന്ന് വിചാരിക്കാം. എനിക്ക് ഈ റൂം മതി. ഞാൻ ക്ലാസ് എടുക്കുന്നത് 300 സ്റ്റുഡൻസിനാണെങ്കിൽ ഇത് മതിയോ? ഇല്ല, ഇത് 10 റൂം ഉണ്ട്. അപ്പൊ 10,000 × 10 1 ലക്ഷമായിട്ട് മാറുന്നത് ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ എല്ലാ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും ഫിക്സഡ് കോസ്റ്റ് സെയിം തന്നെയായിരിക്കോ? ആക്ച്വലി അങ്ങനെയല്ല. പക്ഷെങ്കിൽ ഈ തിയറം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. ഓക്കെ ആണോ? The next one, the total variable cost vary, but variable cost per unit does not vary. എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് 10 രൂപ വരും. ഓക്കെ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വരും? 10 രൂപ. 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ 20 രൂപ. അപ്പം കോസ്റ്റ് പെർ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് 10 ആണ്. 2 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ 20 വരെയെങ്കിൽ ഒന്നിന് എത്ര വരിക? 10 വരിക. ഞാൻ 10 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നു, എനിക്ക് എത്ര വരും? 100 രൂപ വരും. ഒന്നിന് എത്ര വരും? 100/10 എന്നാൽ എത്രയാ? 10 വരും. അതാണ് പറഞ്ഞത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി. ഇതാ ടോട്ടൽ വേരിയബിൾ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 10 വരിക, 2 ആണ് 20 ആണ്, 10 ആണെങ്കിൽ 100 ആണ്. ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റോ റിമെയിൻ നോട്ട് വാരി എന്ന് പറഞ്ഞാൽ റിമെയിൻ കോൺസ്റ്റന്റ്. ക്ലിയർ? പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? Then the total variable cost then selling price remain constant at all levels of activity. അത് നമുക്ക് പറയാൻ പറ്റും. ഞാനൊരു പ്രൊഡക്റ്റ് 10 രൂപയ്ക്ക് വിൽക്കുന്നു, then കോമ്പറ്റേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? 8 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൽ കട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. ഇനി അതല്ല, എനിക്ക് കോമ്പറ്റേഴ്സ് ഇല്ല എങ്കിൽ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? പ്രൈസ് ഹൈക്ക് ചെയ്യേണ്ടി വരും അല്ലെ? പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് പറയുന്നത്. ഓക്കെ, then price of material, rates of labor remain unchanged. നമുക്ക് പറയാൻ പറ്റുമോ? ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക മെറ്റീരിയൽ അല്ലെ? നമുക്കിപ്പം എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിൽ അല്ലെ, എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ ഇവർ പറയുന്ന മാർക്കറ്റിൽ എന്തില്ല? ലേബേഴ്സും അതുപോലെ തന്നെ, അതായത് ലേബേഴ്സിന്റെ റേറ്റും മെറ്റീരിയലും അൺചേഞ്ച്ഡ് ആയിരിക്കുന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, then volume of production is the only factor which influence the cost. നിങ്ങൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനനുസരിച്ച് എന്ത് ചെയ്യും? കോസ്റ്റ് കുറയും അല്ലെങ്കിൽ കൂടുകയോ കുറയോ ചെയ്യും. അത് മാത്രമാണ് ഫാക്ടർ എന്നാണ് പറയുന്നത്. there is no stock. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന സംഭവമല്ല. നിങ്ങൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 100 എണ്ണം വിറ്റു എന്ന് സങ്കല്പിക്കണം. അങ്ങനെ സംഭവിക്കാൻ അത് എന്തായിരിക്കണം? മസാല ദോശ ആയിരിക്കണം അല്ലെ? അല്ലാതൊക്കെ നമ്മൾ അതിന്റെ മാത്രമേ സ്റ്റോക്കിൽ ഉണ്ടാവുള്ളൂ. കാരണം അത് ലൈവാണ്. ബാക്കിയെല്ലാം എന്ത് ചെയ്യും? ബാക്കി വരൂലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലില്ല. ഇല്ല, പിന്നെ ഹോട്ടലിനകത്ത് നമ്മളെ പോലത്തെ ടീം വേണം ഒരിക്കലും ബാക്കി വരാതിരിക്കണമെങ്കിൽ. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അവിടെ എന്തിന് സാധ്യതയുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്കിന് സാധ്യത. ഓക്കെ, പക്ഷെ ഇവര് പറയുന്നത് there is no concept of closing stock. ഇതാണ് assumptions of marginal cost. കാരണം ഞാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? എന്നെ കൗണ്ടർ ചെയ്യാൻ പാടില്ല. സാർ അതെല്ലാം വിറ്റ് പോയിട്ടില്ലെങ്കിൽ നഷ്ടമല്ലേ? അന്നേരം ഇവിടെ പറയുന്നുണ്ട് എല്ലാം വിറ്റ് പോകും. there is no stock. ഇവിടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞ സംഭവമല്ല, മുഴുവൻ പോകും. അതുകൊണ്ടാണ് ഞാൻ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഞാൻ 1000 പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്റെ കോസ്റ്റ് കുറയും. ഞാൻ 10,000 പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് കുറയും. ഇതാണ് ഇവരെ തിയറി. പക്ഷെ 10,000 വാങ്ങാൻ ഇവിടെ ആളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആണ് അല്ലെ? 1000 വാങ്ങാൻ ആളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആണ്. പക്ഷെ ഇവര് പറയുന്നത് എന്താണ്? അങ്ങനെ സ്റ്റോക്ക് ആവൂല, എല്ലാം സെയിൽ ആവുകയാണെങ്കിൽ അവിടെയാണിത് വർക്ക് ആവുന്നത്. ഓക്കെ, then advantage of marginal costing അതിൽ വരുന്നതാണ് ഈസി ആൻഡ് സിമ്പിൾ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്ക് ക്യാൻ ബി വാല്യൂഡ് ഈസിലി. ദിസ് ഈസ് ബിക്കോസ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ ദ ബേസ് ഓഫ് മാർജിനൽ കോസ്റ്റ്. ബെറ്റർ കോസ്റ്റ് കൺട്രോൾ. നമുക്ക് കോസ്റ്റ് കൺട്രോളിംഗ് പോസിബിൾ ആണ്. കാരണം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്കൊരു പരിധി കണ്ട് സെയിൽസ് വോളിയം അല്ലെങ്കിൽ സെയിൽസ് വോളിയം കൂട്ടുക അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ മാറ്റർ ആണ്. നോ പ്രോബ്ലം ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. Then ascertainment of profitability, then profit planning. So these are the important advantages of marginal costing. Okay, next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ്, മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇവിടെ മാർജിനൽ കോസ്റ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതായത് സെയിൽസ്, ഓക്കെ, സെയിൽസിൽ നിന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റ്
കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പറയുന്നത്? എന്ത് കിട്ടും എന്ന് പറയുന്നത്? കോൺട്രിബ്യൂഷൻ കിട്ടും. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ഇത് ഒരിക്കലും ഒന്നല്ല, ദിസ് ഈസ് നോട്ട് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തല്ല? പ്രോഫിറ്റ് അല്ല. സെയിൽസ് കോസ്റ്റ് രണ്ട് രീതിയിലുണ്ട് അല്ലെ? കോസ്റ്റ് രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ആണ്, ഒന്ന് വാരിയബിൾ കോസ്റ്റ് ആണ്. അപ്പൊ സെയിൽസിൽ നിന്ന് കോസ്റ്റ് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ സെയിൽസിൽ നമ്മൾ ഒരു കോസ്റ്റ് മാത്രമല്ലേ കുറച്ചിട്ടുള്ളൂ, ബാക്കി എന്തുണ്ട്? ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട് ബാക്കി കിടക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും? ഫിക്സഡ് കോസ്റ്റും പ്ലസ് പ്രോഫിറ്റും. പറഞ്ഞ കോൺസെപ്റ്റ് കിട്ടിയോ? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് നോട്ട് എ പ്രോഫിറ്റ്, ബട്ട് കോൺട്രിബ്യൂഷൻ ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ്. അതിൽ എന്ത് എടുത്തു കളയണം? ഫിക്സഡ് കോസ്റ്റ് എടുത്തു കളയണം. നമുക്കിപ്പം ഫിക്സഡ് കോസ്റ്റ് എത്രയാന്ന് മനസ്സിലാവണം, നമുക്കിപ്പം പ്രോഫിറ്റ് എത്രയാന്ന് മനസ്സിലാവണം. അതിന് നമുക്ക് എന്ത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ നിങ്ങൾ ഇക്വേഷൻ കാണുന്നത്. ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. സിമ്പിൾ. Suppose you need to find out profit. Profit is equal to contribution minus fixed cost. Clear? ഇനി ഇത് നമ്മളെ ഫസ്റ്റ് ഇക്വേഷന്റെ ഒരു വേറൊരു ആണ്. വേരിയബിൾ കോസ്റ്റ് ആണ്, സെയിൽസ് എന്ത് കുറച്ചാൽ മതി? കോൺട്രിബ്യൂഷൻ കുറച്ചാൽ മതി. ഇതാണ് നമ്മളെ മാർജിനൽ കോസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴുള്ള നമ്മുടെ മുദ്രാവാക്യം എന്നൊക്കെ വേണം നമുക്ക് പറയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. So this is the concept of marginal cost. Marginal cost. അതിന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. Then fixed cost is equal to contribution minus profit. Profit is equal to contribution minus fixed cost. Okay? Okay ആണല്ലോ? ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. Then നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോക്കാം. അതിലെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് ഞാൻ പറയുന്നത്. കോൺട്രിബ്യൂഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് മാർജിനൽ കോസ്റ്റ്. It is the basis of decision making and control. Okay, നമുക്ക് contribution covers fixed cost and profit. നമ്മൾ പറഞ്ഞല്ലേ, if contribution is more than the fixed cost, fixed cost നേക്കാളും വലുതാണ് contribution എങ്കിൽ there is a profit. If contribution less than the fixed cost, there is a loss. Okay, concept clear ആണോ? Okay, contribution can be either per unit or total. Okay, അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. Contribution is useful in technique of planning and decision making. The following are the advantages. It helps in fixing selling price. It enable determine break even point. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂഷൻ മേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ബാക്കി നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഇപ്പൊ കടക്കാം. അതിന് മുന്നേ കുറച്ച് നോട്ട് ഒന്ന്